എൻ്റെ പേര് ഡോക്ടർ മാത്യൂസ് ജോൺ എന്നാണ്. നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചഭദ്രം കഷായത്തെ പറ്റിയാണ്. പഞ്ചഭദ്രം കഷായത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് പറയുന്നത് ഗുഡുചി, അമൃത്, പർപ്പടക, മുസ്ത, കിരാതതിക്ത, വിശ്വഭേഷജം, ചുക്ക്, ഈ ഡ്രഗുകളാണ്. ഇതിൻ്റെ റെഫറൻസ് നമ്മൾ എടുത്തിരിക്കുന്നത് ബൈഷിജെ രത്നാവലിയിൽ നിന്നാണ്. ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ജ്വരഹരമായിട്ടുള്ള കഷായമാണ് ഇത്. ഈ ജ്വരഹര കഷായം എന്ന് പറയുമ്പോൾ 3 തരത്തിൽ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് വാതപിത്തജ്വരം, പിത്ത ശ്ലേഷ്മജ്വരം, വാത കഫജ്വരം എന്നിങ്ങനെ 3 ടൈപ്പ് ജ്വരങ്ങളിലും ഈ കഷായം ശ്രേഷ്ഠമാണെന്ന് നമുക്ക് കാണാം. അടുത്തതായിട്ട് നമുക്ക് വാതപിത്തജ്വരം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാതപിത്തജ്വരം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക വാദത്തിൻ്റെ അസോസിയേഷൻ വിത്ത് പിത്തദോഷ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഈ പിത്തദോഷത്തിന് ഒരു ഡയറക്റ്റ് റിലേഷൻ വിത്ത് രക്തധാതുവായിട്ട് ഡയറക്റ്റ് റിലേഷനുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന പല അസുഖങ്ങളിലും പല രോഗങ്ങളിലും പ്രത്യേകിച്ച് പനിയിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു കംപ്ലൈൻ്റാണ് കൗണ്ട് കുറഞ്ഞു പോവുക, കൗണ്ട് കൂടിപ്പോവുക എന്നൊക്കെ. നമുക്കറിയാം പനി വന്ന് 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കും. ആ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റിലെ വ്യത്യാസങ്ങൾ കാണും. അതുതന്നെയാണ് ആചാര്യൻ നമുക്കിവിടെ പറഞ്ഞു തരുന്ന നിർദ്ദേശം. ഇത് വാത പൈത്തിക ജ്വരത്തിൽ ഉപയോഗിക്കാം. അതായത് വാത പൈത്തിക ജ്വരം എന്ന് പറയുമ്പോൾ രക്തധാതുവായിട്ട് ഡയറക്റ്റ് റിലേഷനാണ്. അതായത് വാതരക്തജ്വരം, അതായത് കൗണ്ടിൻ്റെ വേരിയേഷൻ വരുന്ന ജ്വരങ്ങളിൽ ഇത് ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് കാണാം. നമ്മളെ ഏറെ അലട്ടുന്ന ഡെങ്കിപ്പനി പോലെയുള്ള അസുഖങ്ങളിൽ നമുക്കറിയാം പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടിൽ വ്യതിയാനം വരുന്നുണ്ട്. ആ അവസരങ്ങളിൽ ഈ കഷായം നല്ല ശ്രേഷ്ഠമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാത പിത്ത റിലേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്നൊരു വലിയ ബ്രോഡ് സ്പെക്ട്രം ഡിസീസിലേക്ക് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന വാതരക്ത ഡിസീസുകൾ, രോഗങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം. അതിനകത്ത് പെരിഫറൽ വാസ്കുലർ ഡിസീസിനകത്ത് നമുക്കറിയാം ആർട്ടീരിയൽ ഡിസീസസ് വരും, വെരിക്കോസ് വെയിൻ്റെ ഡിസീസസ് വരും, അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഡിസീസസ് വരും. വാസ്കുലർ ഡിസീസാണ് എല്ലാമെങ്കിലും 3നും 3ൻ്റെതായ വ്യത്യാസങ്ങളും സവിശേഷതകളും ഉണ്ട്. അതിനകത്ത് തന്നെ ആർട്ടീരിയൽ ഡിസീസ് നമുക്കെല്ലാവർക്കും അറിയാം സിവിയർ പെയിൻ അനുഭവപ്പെടാറുണ്ട്. കാലിലേക്കുള്ള രക്തക്കുഴലിലാണ് കൂടുതലും ഈ ആർട്ടീരിയൽ ഡിസീസുകൾ, പെരിഫറൽ വാസ്കുലറിലുള്ള ആർട്ടീരിയൽ ഡിസീസുകൾ ആളുകളിൽ അഫക്റ്റ് ചെയ്യുന്നത്. അതിൽ നമുക്കോൾ ഫസ്റ്റ് സിംറ്റമായിട്ട് വരുന്നത് നടക്കുമ്പോൾ ഉള്ള വേദനയാണ്. അത് ഗ്രേഡ് കൂടിയ കണ്ടീഷനിൽ റെസ്റ്റ് പെയിൻ എന്ന് പറയും, സിവിയർ പെയിനാണ് അനുഭവപ്പെടുന്നത്. ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത് രക്തക്കുഴലിലുണ്ടാകുന്ന നീർക്കെട്ടാണ്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ആർട്ടീരിയൽ ഡിസീസിൽ ഇത് എഫക്റ്റീവാണെന്ന് നമുക്ക് കാണാം. രണ്ടാമത്തെ കേസ് നമ്മൾ പറയുമ്പോൾ വെരിക്കോസ് വെയിൻ്റെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ. അതായത് വെരിക്കോസ് വെയിൻ അസുഖങ്ങളിൽ നമ്മൾ സ്ഥിരമായി കാണാറുള്ള ഒരു കംപ്ലൈൻ്റാണ് ബേണിംഗ് പെയിൻ അല്ലെങ്കിൽ ഏക്കിംഗ് പെയിൻ, കാല് കഴയ്ക്കുന്ന പോലുള്ള വേദന എന്ന് പറയുന്നത്. ആ അസുഖങ്ങളിലും വെരിക്കോസ് വെയിനുമായിട്ട് ബന്ധപ്പെട്ട രക്തക്കുഴലുകളിൽ നീർക്കെട്ട് കാണാവുന്നതാണ്. ആ അസുഖങ്ങളിലും ഇത് നമുക്ക് കൊടുക്കാം. അതാണ് വാതപൈത്തിക ജ്വരം എന്ന് ഇവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷം ഈ വെരിക്കോസ് വെയിൻ കൂടി വന്നതിന് ശേഷം നമുക്ക് രണ്ടാമത് വരുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് എക്സിമ എന്ന് പറയുന്നത്. വെരിക്കോസ് എക്സിമ എന്ന് പറയുമ്പോൾ സ്കിൻ സംബന്ധമായ ഒരു അസുഖമാണ്. ആ അസുഖത്തിൽ അതിനുശേഷം വെരിക്കോസ് അൾസറിലേക്കും വെരിക്കോസ് അബ്സസിലേക്കും പോകാം. ഈ കണ്ടീഷനിലെല്ലാം ഈ കഷായം ശ്രേഷ്ഠമാണെന്ന് കാണാം. കാരണം ആ അസുഖങ്ങളിലെല്ലാം നീർക്കെട്ടിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഈ നീർക്കെട്ട് മാറ്റാനായിട്ട് ഈ കഷായം നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു പെരിഫറൽ വാസ്കുലർ ഡിസീസിൽ വരുന്ന ഒരു രോഗാവസ്ഥയാണ് ന്യൂറോജനിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് കിടപ്പ് രോഗികളിൽ ബെഡ് സോർ കണ്ടീഷൻസിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ആ കണ്ടീഷനിൽ നമ്മൾ ന്യൂറോജനിക് അൾസർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ട്രോഫിക് അൾസർ എന്നൊക്കെ വിളിക്കാവുന്നതാണ്. ഈ കണ്ടീഷൻസിലും പേഷ്യൻസിന് സിവിയർ പെയിൻ വരാം, അതുപോലെ തന്നെ പഴുപ്പ് വരാം. ഈ കണ്ടീഷൻസിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം ഈ കഷായം ഉപയോഗപ്രദമാണ്. ധാതുഗത ജ്വരം എന്ന കണ്ടീഷൻസിലും നമുക്ക് ഈ കഷായത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ പെരിഫറൽ വാസ്കുലർ ഡിസീസ് തന്നെ വരുന്ന ഈ ന്യൂറോജനിക് അൾസറിൽ ബെഡ് സോർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പേഷ്യൻ്റെ ബട്ടക്സ് റീജിയനിലായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ പേഷ്യൻ്റെ ഹീൽ റീജിയനിൽ, സോൾ റീജിയനിലായിരിക്കാം വരുന്നത്. ആ ഏരിയയിൽ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ധാതുഗതമായിട്ടുള്ള ജ്വരം നമുക്ക് അനുഭവപ്പെടാം. അതുപോലെ തന്നെ പേഷ്യൻസിന് പലതരത്തിലുള്ള ജ്വരത്തിൻ്റെ ലക്ഷണങ്ങളും കാണാം. ഈ കണ്ടീഷൻസിലും ഈ കഷായം നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിത്ത ശ്ലേഷ്മജ്വരം എങ്ങനെ ഈ കഷായം കൊണ്ട് നമുക്ക് നേരിടാവുന്നതാണ്. പിത്തശ്ലേഷ്മജ്വരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന സർജിക്കൽ ഡിസീസിലേക്ക് നമുക്ക് നോക്കാം.
അതായത് സർജിക്കൽ ഡിസീസ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അബ്സസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബ്രസ്റ്റ് അബ്സസ്, പെരിയേനൽ അബ്സസ്, പൈലോനിഡൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ നെയിൽ അബ്സസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിനൊക്കെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പിത്തശ്ലേഷ്മജ്വരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അബ്സസ് കണ്ടീഷനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ കണ്ടീഷൻസിലെല്ലാം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പഴുപ്പ് ഉണ്ടാവുകയും ആ പഴുപ്പ് അടുത്ത അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്നതാണ്. ഈ കണ്ടീഷൻസിൽ നമുക്ക് പേഷ്യൻസിന് എപ്പോഴും ഉണ്ടാകുന്ന കംപ്ലയിൻ്റാണ് ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് രേഖപ്പെടുത്തുന്നത് കാണാം. അതുപോലെ തന്നെ പേഷ്യൻസ് ഈ ടെമ്പറേച്ചർ കൊണ്ട് പലതരം രോഗാവസ്ഥയിലേക്കും ഈ ടെമ്പറേച്ചർ നിൽക്കുന്നത് കൊണ്ട് പല പല മേജറായിട്ടുള്ള അവയവങ്ങളിലെ പ്രവർത്തനങ്ങൾക്കുള്ള തടസ്സങ്ങളിലേക്കും പോകാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ബ്രസ്റ്റ് അബ്സസ് കണ്ടീഷൻ എടുക്കാം. ബ്രസ്റ്റ് അബ്സസ് കണ്ടീഷൻസിൽ പേഷ്യൻസിന് സിവിയർ പെയിൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഹൈ ആകാറുണ്ട്. ആ കണ്ടീഷൻസിലൊക്കെ ആൻറ്റിബയോട്ടിക്കൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന കണ്ടീഷനാണ്. ആ കണ്ടീഷൻസിൽ പഞ്ചഭദ്രം കഷായത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. കാരണം പിത്തശ്ലേഷ്മജ്വരത്തിൽ ഡയറക്റ്റ്ലി ഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഡ്രഗ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മുസ്ത, പർപ്പടക എന്നുള്ള ഡ്രഗ്സാണ് നമുക്കുള്ളത്. അതായത് ജ്വരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിരിക്കുന്ന ഡ്രഗുകളാണ് മുസ്ത, പർപ്പടക, ജ്വര എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മുസ്ത, പർപ്പടക, ഗുഡൂജി, കിരാതയുക്ത, വിഷപേഷൻ, ചുക്ക് മുതലായ ഡ്രഗുകൾ കൃത്യമായ അളവിൽ ചേർത്തുണ്ടാക്കിയ കഷായം ഈ ബ്രസ്റ്റ് അബ്സസ് പോലുള്ള കണ്ടീഷൻസിൽ വളരെയധികം പ്രയോജനപ്രദമാണ്. അടുത്ത കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വരുന്ന ഒരു കണ്ടീഷനാണ് ഏനോറെക്ടൽ ഡിസീസിൽ വരുന്ന പെരിയേനൽ അബ്സസ് എന്നുള്ള കണ്ടീഷൻ. ഈ പെരിയേനൽ അബ്സസും ഈ ബ്രസ്റ്റ് അബ്സസ് പോലെ തന്നെ ചികിത്സിക്കാൻ കുറച്ച് ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഈ അബ്സസ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഉള്ളിലേക്ക് ഒരു ട്രാക്കിലൂടെ ഈ പഴുപ്പ് മുന്നോട്ട് പോവുകയും അത് വേറൊരു രോഗമായിട്ടുള്ള ഫിസ്റ്റുല ഇൻ ഏനോ എന്ന കണ്ടീഷൻസിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യും. ഈ കണ്ടീഷൻസിലെല്ലാം പേഷ്യൻസ് അനുഭവിക്കുന്നത് വളരെയധികം വേദന അനുഭവിക്കും. ലോക്കലൈസ്ഡ് ആയിട്ട് ആ ഒരു ഏരിയയിൽ മാത്രം പനി ഉണ്ടാകും എന്നുള്ള കണ്ടീഷൻസിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസിൽ പിത്തശ്ലേഷ്മജ്വരത്തിൽ ഇൻഡിക്കേറ്റഡുള്ള ഈ കഷായം വളരെയധികം പ്രയോജനപ്രദമാണ്. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുസ്ത, പർപ്പടക, ഗുഡൂചി തുടങ്ങിയ ദ്രവ്യങ്ങൾ അടങ്ങുന്നതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻസിൽ പേഷ്യൻസിന് നമ്മൾ ഇൻറ്റേർണലി ഈ മരുന്ന് കൊടുക്കുമ്പോൾ വളരെയധികം റിലീഫ് കിട്ടുന്നതായിട്ട് കാണാം. അടുത്തൊരു പ്രധാനപ്പെട്ട രോഗാവസ്ഥയാണ് കുഴിനകം എന്ന് പറയാം. പൂയനകം അല്ലെങ്കിൽ നെയിൽ ബെഡ് അബ്സസ് എന്ന് പറയും. ഈ കണ്ടീഷൻസിൽ പേഷ്യൻസിന് കാര്യം പറഞ്ഞാൽ ചെറിയൊരു നഖത്തിൻ്റെ ഇൻഫെക്ഷനാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു ചെറിയൊരു നഖത്തിൻ്റെ ഇൻഫെക്ഷനാണെങ്കിൽ പോലും അതിന് അനുബന്ധിച്ച് പേഷ്യൻസിന് ജ്വരം, അതായത് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകാം, സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാകാം, അസ്വസ്ഥതകളെല്ലാം ഉണ്ടാകാം. ഈ കണ്ടീഷൻസിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പഴുപ്പ് ഡ്രെയിൻ ചെയ്യേണ്ടതാണ്. അതിനോടൊപ്പം ഉള്ളിൽ കൊടുക്കുന്ന കഷായം പഞ്ചഭദ്രം കഷായമാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. കാരണം ഇതിനുള്ള ഡ്രഗുകൾ എല്ലാം അത്രയും നല്ല ഡ്രഗുകളാണ്. ഗുഡൂജി, പർപ്പട എന്ന് പറഞ്ഞുള്ള ഡ്രഗുകൾ ഇതിൽ എഫക്റ്റീവാണെന്ന് നമുക്ക് കാണാം. അടുത്തൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഡയബറ്റിക് പേഷ്യൻസിനുണ്ടാകുന്ന അൾസർ, അബ്സസ്, കാർബങ്കിൾ കണ്ടീഷൻസാണ്. ഡയബറ്റിക് കണ്ടീഷൻസിൽ ചികിത്സ പലപ്പോഴും ദുർവഹമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡയബറ്റിക് കണ്ടീഷൻസിൽ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹീലാകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. മെഡിസിൻസ് കൊടുത്താൽ പോലും നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ഹീലാകാനായിട്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഉള്ള ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയിരിക്കുന്നുണ്ട് ഈ ബാക്ടീരിയകൾക്ക് ഇതിൽ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം ഡ്രഗ് കൊടുത്താലും ബാക്ടീരിയ അതിനകത്തുണ്ടാവുകയും അത് വീണ്ടും ക്രമാതീതമായി വളർന്ന് ഒരു രോഗാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു അബ്സസ് കണ്ടീഷൻസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഈ കണ്ടീഷൻസിൽ നമ്മൾ ഈ പഞ്ചഭദ്രം കഷായം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരേ സമയം തന്നെ ഷുഗറിനുള്ള ഷുഗറിന് ഗുണമുള്ള മരുന്നുകളും ഇതിനകത്തുണ്ട്. ഗുഡൂജി പോലുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കിരാതതിക്തം, ശുക്ക പോലുള്ള മരുന്നുകൾ ഒരേ സമയം ഷുഗറിനെ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ ഈ ഷുഗറിൻ്റെ അനുബന്ധ കണ്ടീഷനായിട്ടുള്ള ഡയബറ്റിക് അബ്സസ്, അതായത് ഡയബറ്റീസിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ആ പഴുപ്പ് കുറയ്ക്കുകയും ചെയ്യും. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഡയബറ്റിക് കാർബങ്കിൾ എന്ന് പറയും. അത് വളരെയധികം ദുർബഹമായ ഒരു ചികിത്സയാണ്, ദുർബഹമായിട്ടുള്ള രോഗാവസ്ഥയാണ്. അത് ചികിത്സിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു ചികിത്സാ രീതികളാണ് അതിനകത്ത് ഉള്ളത്. ആ കണ്ടീഷൻസിലും ഒരേ സമയം ഈ പഞ്ചഭദ്രം കഷായത്തിൽ നമുക്ക് കാണാം ഒരേ സമയം ഇതിനകത്ത് ഷുഗർ കുറയ്ക്കുന്ന മരുന്നുകൾ ഉണ്ട്. അതേസമയം തന്നെ ഷുഗറിനനുബന്ധിച്ചിട്ടുള്ള ഈ കാർബങ്കിൾ പോലുള്ള കണ്ടീഷൻസ് വരുന്ന ജ്വര കണ്ടീഷൻസിൽ കൊടുക്കാൻ പറ്റിയ മരുന്നുകളും ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് കാണാം. അടുത്ത ഒരു സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വാത കഫജ്വരത്തിൽ ഇത് ഇൻഡിക്കേറ്റഡ് ആണ്. വാത കഫജ്വരം എന്ന് പറയുമ്പോൾ
പല കണ്ടീഷൻസും നമുക്ക് എടുക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരസാണല്ലോ നമ്മുടെ കഫസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയാണ് ഞാനിത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻസിൽ മെയിനായിട്ട് നമ്മുടെ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കൈൽ ആസ്മ, ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൾമണറി എഡിമ പോലുള്ള കണ്ടീഷൻസ്, കൂടുതലും കിടപ്പ് രോഗികൾക്കുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻസിലൊക്കെ കഫം പൂർണ്ണമായിട്ട് ഡ്രെയിൻ ചെയ്തു പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം പേഷ്യൻസ് കിടക്കുവാണ്. ഗ്രാവിറ്റി ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു കഫത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പഴുപ്പിൻ്റെയോ ഡ്രെയിനേജ് പൂർണ്ണമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ കൂടുതലായിട്ടും ഈ പഴുപ്പ് മാറുന്നുള്ള മരുന്നുകളായിരിക്കണം. അതുപോലെ തന്നെ ഈ പേഷ്യൻസിൽ നമുക്ക് ടെമ്പറേച്ചർ ഉയർന്നു കാണാറുണ്ട്, ജ്വരാവസ്ഥ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻസിൽ വളരെയധികം നമുക്ക് എഫക്റ്റീവായിട്ട് പഞ്ചപത്രം കഷായം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പൾമണറി എഡിമ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ പോലുള്ള കണ്ടീഷൻസ്. പിന്നെ നമ്മളെ വളരെയധികം അലട്ടുന്ന ഒരു അസുഖമാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വൈറൽ ഫീവർ പോലുള്ള കണ്ടീഷൻസ്. ഈ വൈറൽ ഫീവർ പോലുള്ള കണ്ടീഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമെന്ന് പറഞ്ഞാൽ പനി, അതോടൊപ്പം തന്നെ ദേഹസംബന്ധമായിട്ടുള്ള സന്ധികളിലെല്ലാം വേദന ഉണ്ടാവുക എന്നുള്ളതാണ്. ആ കണ്ടീഷൻസിൽ ഈ ഗുഡൂജി ഉണ്ട് നമുക്ക് ഈ കഷായത്തിനകത്ത്. അതുപോലെ തന്നെ വിഷഭേഷജമായിട്ടുള്ള ചുക്കുണ്ട്, പിന്നെ നമ്മളെ മുസ്തയുണ്ട്. ഈ ഡ്രഗുകളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ വൈറൽ ഫീവർ എന്നുള്ള കണ്ടീഷൻസിനെയും നമുക്ക് പഞ്ചപത്രം കഷായം കൊണ്ട് വളരെ പ്രയോജനപ്രദമായി നേരിടാവുന്നതാണ്. സർജിക്കൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ സർജിക്കൽ പരമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ആയുർവേദ മരുന്നുകൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളത്. പലപ്പോഴും നമുക്ക് സർജിക്കൽ പരമായിട്ടുള്ള, അതായത് എനോറക്ടൽ ഡിസീസ് ആയിട്ടുള്ള പൈലോനോഡൽ സൈനസ്, എനോറക്ടൽ അബ്സസ്, ബ്രസ്റ്റ് അബ്സസ്, നെയിൽ അബ്സസ് ഒക്കെ ചികിത്സിക്കേണ്ടി വരാറുണ്ട്. ആ കണ്ടീഷൻസിലൊക്കെ പലപ്പോഴും നമ്മളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് ആയുർവേദ മരുന്നുകൾ കൊണ്ട് തന്നെ ഇതിനെ ചികിത്സിക്കണമെന്നുള്ളത്. പലപ്പോഴും അത് സാധ്യമാകാറുണ്ട്. അതിന് നമുക്ക് സഹായിക്കുന്നത് നമ്മളുടെ തന്നെ ആയുർവേദത്തിൽ ഉള്ള ഭൈഷ്യത രത്നാവലിയിലുള്ള പഞ്ചപത്രം കഷായം എന്നുള്ളൊരു യോഗമാണ്. ഇപ്പോൾ അതിനൊരു നമുക്കത് ചികിത്സിക്കണമെങ്കിൽ, അപ്പോൾ നമ്മളിപ്പോൾ പണ്ടത്തെ ഒരു കാലഘട്ടത്തിലെ പോലെ ഈ മരുന്നുകളെല്ലാം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് പഴയതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ അപര്യാപ്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു യോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ മരുന്നുകൾ എങ്ങനെ കോമ്പിനേഷൻ ചെയ്യാം എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയൊരു കഷായ യോഗം SNA എന്നുള്ള ഫാർമസിക്ക് ഉണ്ട് എന്നറിയുന്നത്. അതിനുശേഷം ഞാൻ ഈ മരുന്നുകൾ ഇതിനെപ്പറ്റി വിശദമായി നോക്കി ഇതിനകത്ത് ഭൈഷ്യത രത്നാവലി പറഞ്ഞ എല്ലാ മരുന്നുകളും ഇതിനകത്ത് ഉള്ളതായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമുക്ക് പലപ്പോഴും എല്ലാ ഡോക്ടർമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സർജിക്കൽ പോലുള്ള അസുഖങ്ങളിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അവസ്ഥകളിൽ കൊടുക്കേണ്ടി വരും. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ആയുർവേദപരമായ മരുന്നുകൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ ആ കണ്ടീഷൻസിൽ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്കിപ്പോൾ ഒത്തിരി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം SNA എന്നുള്ള ഫാർമസി അത് പഞ്ചപത്രം കഷായം എന്നുള്ള യോഗം സുലഭമായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കഷായത്തിലെ യോഗത്തിൽ എല്ലാ മരുന്നുകളും കൃത്യമായിട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർജിക്കൽ അസുഖങ്ങളിൽ നമുക്കത് പ്രയോജനകരമായിട്ട് കണ്ടിട്ടുണ്ട്. ഈ രോഗങ്ങളിൽ നമുക്കെല്ലാം ഈ സർജിക്കൽ പരമായിട്ടുള്ള അസുഖങ്ങളിൽ, പ്രത്യേകിച്ച് പിത്തശ്ലേഷ്മ ജ്വരത്തിൽ, അതുപോലെ തന്നെ വാതപൈത്തിക ജ്വരത്തിൽ, വാതകഫ കണ്ടീഷൻസിൽ എല്ലാം നമുക്ക് ഈ കഷായം ഉപയോഗിക്കാം. അത് റെഡിമെയ്ഡായിട്ട് SNA എന്നുള്ള ഫാർമസി ഇറക്കുന്നുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രോപ്പറായിട്ട് ചേർത്ത് ഭൈഷ്യത രത്നാവലിയിലെ യോഗമാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്.